ഇപ്പോൾ നമ്മൾ മലേഷ്യൻ ടൂറിൻ്റെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ബുക്കിറ്റ് ബിങ്താക്കിലേക്കാണ്. അപ്പോൾ നമ്മളെ AC ഹോട്ടലിൽ നേരെ ഫ്രണ്ടിൽ തന്നെ ഇല്ലേ ലിഫ്റ്റിൽ കയറി നേരെ മുകളിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ സ്വയം തന്നെ ടിക്കറ്റ് എടുത്ത് നമുക്കാകെ ചാർജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 റിങ്കിറ്റാണ് വെറും രണ്ടാൾക്ക്. പിന്നെ ആയിഷാക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തന്നെ അതിനകത്ത് പേയ്മെൻറ്റ് ചെയ്ത് ഒരു ടോക്കൺ 2 ടോക്കൺ നമ്മളെ കയ്യിൽ കിട്ടി. ഇപ്പോൾ 24 മണിക്കൂർ വാലിഡിറ്റിയിലെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ നമുക്ക് ഇന്ന് ഉച്ചക്ക് 12 മണി വരെ സമയമുണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനകത്ത് കയറിയിട്ട് ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയിട്ടുള്ള തിത്തിവാങ്സ ലേക്ക് ഗാർഡനിലാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങിയിട്ടില്ല. അന്ന് ഇപ്പോൾ ഈ കാണുന്നതൊരു ചൈനീസ് ടെമ്പിളാണ്. അപ്പോൾ ഇതെല്ലാം വണ്ടിയിൽ തന്നെ നമ്മൾ നോക്കി കണ്ടുപോയി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻ ടവറാണ്. പെട്രോണാസ് ട്വിൻ ടവർ എന്ന് പറയും. ഇവിടെ ഇന്നലെ നമ്മൾ ബസ്സിലൂടെ കണ്ട് പോയതാണെങ്കിൽ നമ്മൾ ഇന്നിവിടെ ഇറങ്ങി. 1999 ഓഗസ്റ്റ് 31 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. അന്ന് മുതൽ 2024 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവറായിരുന്നു ഇത്. 154.9 ഫീറ്റ് ഹൈറ്റിൽ 88 നിലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹലിലുള്ള പോലെ തന്നെ വാട്ടർ ഷവർ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ വളരെ ഉയരത്തിൽ, വളരെ ദൂരത്ത് നിന്ന് കാണുന്നല്ല, ഇത്ര അടുക്കുന്നത് ഫസ്റ്റാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തൊട്ട് നോക്കി ഞാനത്. ഒരു സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റിയിലെ സ്റ്റീലാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയലായിട്ട്. അങ്ങനെ ട്വിൻ ടവറിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന 6 നിലയിലെ ഒരു ഷോപ്പിംഗ് മാൾ, സൂര്യ KLCC എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷോപ്പിംഗ് മാളിനകത്തേക്ക് നമ്മൾ കയറി. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളെല്ലാം താഴെ നടക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ എക്സ്മസ് ട്രീ നമ്മളന്ന് കണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ KL കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോയി. അപ്പോൾ അവിടെ 19ാമത് മലേഷ്യൻ ഇൻ്റർനാഷണൽ ബ്രാൻഡിങ് ഷോക്കേസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാമെല്ലാം കണ്ട് പിന്നെ നമ്മൾ നേരെ നെക്സ്റ്റ് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KL അക്വേറിയത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയം കിട്ടിയതുകൊണ്ട് തന്നെ ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ അവിടെ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ ഇപ്പം കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. നമ്മൾ നേരെ അക്വേറിയത്തിലേക്ക് എത്തി. അതിൻ്റെ ടിക്കറ്റ് പ്രൈസ് റേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 215 റിങ്കിറ്റാണ്. അതായത് നാട്ടിലത്തെ 4500 റുപ്യോളം വന്നു. അപ്പം അങ്ങനെ അക്വേറിയത്തിനകത്തേക്ക് നമ്മൾ കയറി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടത് നരഭോജികളായിട്ടുള്ള പിരാന മീനുകളാണ്. ബാക്കിയുള്ള മീനുകളുടെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പം ജസ്റ്റ് നമുക്ക് അതിൻ്റെ സീനറി ഒന്ന് കണ്ട് നോക്കി നോക്കാം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. വലിയ വലിയ മത്സ്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മത്സ്യങ്ങളെ മാത്രമല്ല, ഇതുപോലെയുള്ള പല പല ജീവികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പേര് വിവരങ്ങളും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഈ എൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓരോന്നായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ കണ്ട് മുന്നോട്ട് പോയി. ഇനി നമ്മൾ മെയിൻ എൻട്രിയിലേക്ക് പോകാൻ പോയിരുന്നു. അതായത് അക്വേറിയത്തിൻ്റെ മെയിൻ എൻട്രി. അത് വലിയൊരു വിശാലമായൊരു ഗ്ലാസിൻ്റെ ഒരു കൂടാണ് നമുക്ക് കിട്ടിയത്. വലിയൊരു ഗ്ലാസിൻ്റെ ഒരു എൻട്രി, ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം. അപ്പോൾ അതിലേക്ക് നമ്മൾ എൻട്രി ആയി. അപ്പോൾ അതിനകത്ത് വിശാലമായി വലിയ വലിയ മത്സ്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഒരുപാട് വ്യത്യസ്തമായിട്ടില്ല, നമ്മളിതുവരെ കാണാത്തതും ഇതുവരെ കണ്ടതുമായിട്ടുള്ള പല പല മത്സ്യങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. പല ടൈപ്പിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ രൂപത്തിലായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ മെയിൻ എൻട്രി, അതിൻ്റെ ആ ഗ്ലാസിൻ്റെ കൂട്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ആ മത്സ്യത്തിൻ്റെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് നമ്മളെന്താ പറയുക, തൊട്ട് നോക്കാൻ പറ്റുന്ന ഭാഗത്തിൽ അങ്ങനെ അടുത്ത് നമുക്ക് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള സീനറി എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കി നോക്കാം. നമ്മൾ അക്വേറിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു സുവനീർ ഷോപ്പിലേക്ക് കയറി. നമുക്ക് അവിടെ പോയതിൻ്റെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള പല വസ്തുക്കളും അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം നമ്മളവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് വിശാലമായ പാർക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം ചാറ്റൽ മഴയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി പോകേണ്ടത് KL ടവറിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പം വിശാലമായിട്ട് നമുക്ക് ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ളത്. നല്ല മേഘാവൃതമായിട്ടാണ് ഉള്ളത് മൊത്തത്തിൽ. നേരെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്തു.
നല്ല മേഘം കൊണ്ട് മൂടിയതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിലെ സ്കൈ ഡെസ്കിൽ കയറാൻ പറ്റിയിട്ടില്ല. തൊട്ട് താഴെ ഒബ്സർവേഷൻ ഡെസ്കിൽ നമുക്ക് കയറാൻ പറ്റില്ലത്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്കൈ ഡെസ്കിലേക്ക് 300 മീറ്ററും മറ്റ് 294 മീറ്റർ വരുന്നത്. അങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് കയറി നമ്മൾ. ഏറ്റവും ടോപ്പിൽ നമുക്ക് നല്ല വ്യൂ ഉണ്ട്. ഇതിനകത്ത് ലിഫ്റ്റ് വഴിയാണ് ഇടത്തേക്ക് നമുക്ക് കയറിയത്. ഇപ്പോൾ ഈ കാണുന്നതാണ് പെട്രോണാസ് ട്വിൻ ടവർ. അപ്പോൾ ശരിക്കും കാണാൻ വേണ്ടി ഇവിടെ ബൈനോക്കുലർ സാധനമുണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സൂമിംഗ് ഇല്ല മൊബൈലാണെങ്കിൽ സൂം ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് നോക്കാൻ പറ്റും. ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം നല്ല സീനറിയാണ് നമുക്ക് കിട്ടുന്നത്. ലോകത്തിലെ തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള ടവേഴ്സിൻ്റെ ഫോട്ടോസാണ് എൻ്റെ വലത് സൈഡിൽ കാണിക്കുന്നത്, ലൈറ്റ് ഇട്ടിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആൾക്കാരും നടന്ന് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൈനോക്കുലർ പോലത്തെ സാധനം. നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സൂമായിട്ട് കാണാൻ പറ്റും ഓരോ ഏരിയാസും. ഈ താഴെ കാണുന്നത് അതിൻ്റെ ഫ്രണ്ട് സൈഡ് പാർക്കിംഗ് എല്ലാം അടങ്ങിയിട്ടില്ല. പിന്നെ ഈ കാണുന്നത് മർദേക്ക 118. അതൊക്കെ നല്ല രസത്തിൽ കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ചുറ്റിലുണ്ട്. ചുരുക്കി പറഞ്ഞ ടവറിൻ്റെ മുകളിൽ കയറി ചുറ്റിലിങ്ങനെ നടന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ഇടുന്ന നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. നമ്മുടെ ടോട്ടൽ 421 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ ടവർ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതിൻ്റെ ആൻറ്റിന ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും. അതുതന്നെ വേൾഡിൽ തന്നെ 7ാമത്തെ ഹയസ്റ്റ് ടവറാണത്. കൂടാതെ ഇസ്ലാമിക് മാസപ്പിറവി നിരീക്ഷണ കേന്ദ്രവും കൂടിയാണ്. ടോട്ടൽ ഏകദേശം 5 ഡെസ്ക് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ ഡെസ്ക് ആണ്. അപ്പം മേഘം കാര്യങ്ങളായതുകൊണ്ട് അവിടെ കയറ്റുന്നില്ല. കാരണം വെച്ചാൽ അവിടെ ഓപ്പണായ ഒരു സംഭവം പോലെയാണ്. കാരണം താഴ്ഭാഗത്ത് ഗ്ലാസ് അതിൽ ഇങ്ങനെ നടക്കുന്നൊരു സംഭവം. അപ്പോൾ എല്ലാ സമയത്തും കയറ്റില്ല, കാലാവസ്ഥ മോശമായിട്ട് കയറ്റില്ല. അപ്പം തൊട്ട് താഴെ ഒബ്സർവേഷൻ ഡെസ്കിൽ നമുക്ക് ഉള്ളത്. അതുകൂടാതെ ഇനിയും താഴെയുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത്. അങ്ങനെ പുറത്തിറങ്ങാൻ സമയമായി. അപ്പം ഇവിടെ സർട്ടിഫിക്കറ്റെല്ലാം കാണുന്നുണ്ട് ഒബ്സർവേഷൻ ഡെസ്കിൻ്റെ. നേരെ ലിഫ്റ്റിലേക്ക് കയറി ഹൈ സ്പീഡിലാണ് പോകുന്നത് ലിഫ്റ്റ്. കാരണം അത്രയും താഴേക്ക് എത്തേണ്ടതല്ലേ. അപ്പോൾ ചെവിയെല്ലാം ഇങ്ങനെ അടയുന്നുണ്ട്. അപ്പം നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നേരെ പവലിയൻ മാളിലേക്കാണ്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് അത്യാവശ്യം ഷോപ്പിംഗ് എല്ലാം ചെയ്തതിന് ശേഷം നേരെ മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം നല്ല മഴയുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 കുടയും വാങ്ങി നേരെ നമ്മൾ പോകുന്നത് ബുക്കിറ്റ് ബിങ്താങ്ങിലെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നേരെ സ്ട്രീറ്റ് ഫുഡിൻ്റെ അടുത്തേക്ക് എത്തി. വിശാലമായിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ നടന്ന് ഒരുപാട് നടക്കാനുണ്ട്. നടന്ന് ഓരോ ഏരിയയിൽ കയറി ഓരോ സംഭവങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഓരോ രാജ്യത്ത് നമുക്ക് പോയി കഴിഞ്ഞാലും ആ രാജ്യത്ത് കിട്ടുന്ന ആ ഒരു ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ആ രാജ്യത്തെ എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമുക്ക് ഓരോ ടൈപ്പ് ഫുഡും ഐറ്റംസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. നല്ല ആളുണ്ട്, നല്ല തിരക്കും ആളും ഉണ്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇതാണ് ഓരോ ഐറ്റംസ്. ജസ്റ്റ് ഒന്ന് കണ്ട് നടന്ന് നോക്കി നോക്കാം നമുക്ക്. ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല ടൈപ്പ് ഫുഡ് പല ടൈപ്പ് ഫുഡ് കാണാൻ പറ്റും. ഇതുവരെ കാണാത്തതായിട്ടുള്ള പല ഐറ്റംസ് കിട്ടും. നമ്മളിവിടുന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി പോയി. വില വെച്ച് നോക്കുന്ന സമയത്ത് താരതമ്യേന മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നതിനേക്കാളും നല്ല രീതിയിൽ കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് ഐറ്റംസ് പല വ്യത്യസ്തമായ ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കണ്ട് പോയി നോക്കാം ഓരോന്നായിട്ട്. അപ്പം മലേഷ്യൻ വീഡിയോൻ്റെ 3ാമത്തെ എപ്പിസോഡാണിത്. ഇനി അടുത്തത് 4ാമത്തെ എപ്പിസോഡ് അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.